ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് കോംബോയിൽ ഒരു സ്റ്റഡി പ്ലാൻ, പേഴ്സണൽ മെൻറ്ററിങ് ആൻഡ് സ്റ്റഡി പ്ലാൻ, ഒരു 75 ഡേയ്സ് അല്ലെങ്കിൽ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്റ്റഡി പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ. അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്റ്റഡി പ്ലാൻ നമ്മൾ കൊണ്ടുപോകുന്നത് എന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ. സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് ഒരു പുഷാണ് ആക്ച്വലി. ഓക്കെ, ഒരു സ്പൂൺ ഫീഡിങ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ പറയാം. അതായത് നിങ്ങൾ ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലെ ടഫ്നെസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഡെയിലി നോക്കി പോകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വീഡിയോ, അതായത് ക്ലാസ് വാങ്ങുന്നവർക്ക് ഏത് വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത്, ആൻഡ് ആ കാണുന്ന വീഡിയോ നിങ്ങൾ പഠിച്ചതിന് ശേഷം ആ പർട്ടിക്കുലർ ചാപ്റ്ററോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ കൂടെയാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഡെയിലി ഓരോ ടോപ്പിക്സ്, അതായത് ഓരോ വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് പറയും, അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയും. അതായത് മാക്സിമം നിങ്ങൾക്ക് ഒരു 2.5 to 3 hours മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. അതായത് മിനിമം ഒരു 1 hour 1.5 hours എന്ത് ചെയ്യണം നിങ്ങൾക്ക് ക്ലാസ് കാണാനും, ഒരു 1.5 hours എന്ത് ചെയ്യണം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും കൂടെ എന്ത് ചെയ്യണം മാറ്റി വെക്കണം. കാരണം മാക്സിമം 2.5-3 hours മാത്രം മതി എന്ത് ഓഡിറ്റിംഗ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് 75 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് 3 റിവിഷൻ ആണ്. 3 റിവിഷൻ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 3 റിവിഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററിലെയും എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നമ്മൾ 3 times റിവിഷൻ. നമുക്കറിയാം കൺസിസ്റ്റൻസിയോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ത് റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ റിവിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഓഡിറ്റിംഗ് മാത്രമല്ല എല്ലാ തിയറി പേപ്പേഴ്സും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ സ്റ്റഡി പ്ലാനിൻ്റെ കൂടെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻ സോൾവിങ്ങും ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഓരോ ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യും, ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് നിങ്ങൾ വീഡിയോസ് കാണും, അതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്തു പോകും, പ്ലസ് റിവിഷൻ ചെയ്യും. അതിൻ്റെ കൂടെ 1 or 2 റിവിഷൻ ഓഫ് എ ചാപ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പം ആ പർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ സോൾവിങ് ആണ് അടുത്തത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പ്ലാനിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ക്ലാസ് കണ്ടു അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തു എന്ന് മാത്രമല്ല, റിവിഷൻ ഓൾസോ ക്വസ്റ്റ്യനുമായിട്ട് ഒരു ഫെമിലറൈസേഷൻ വരികയാണ് നിങ്ങൾക്ക്. അപ്പം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ, ഒരു പുതിയ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിലെയാണ് ഏത് ടോപ്പിക്കിലെയാണ് എന്നുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് അവിടെ സോൾവ് ആയി കിട്ടാൻ പോവുകയാണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ അറ്റംപ്റ്റിലേക്ക് ഞാൻ നേരത്തെ 1-2 ബാച്ച് അല്ലെങ്കിൽ 1-2 അറ്റംപ്റ്റിലേക്ക് ഞാൻ ഒരു ട്രയൽ ഒരു പർട്ടിക്കുലർ രീതിയിൽ കണ്ടക്ട് ചെയ്തതാണ്. ആൻഡ് അത് സക്സസ് ആയതിൻ്റെ ബേസിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഈ പർട്ടിക്കുലർ സ്റ്റഡി പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും കുറച്ചും കൂടെ ഒരു സ്ട്രക്ചറൈസ്ഡ് മാനർ, കുറച്ചും കൂടെ ഒന്ന് എഫക്റ്റീവ് മാനറിലാണ് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി സ്റ്റഡി പ്ലാൻ ചെയ്യുന്നവർക്ക്, ഓക്കെ, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാനർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതായത് ഗൂഗിൾ ഷീറ്റ്സിലായിരിക്കും നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടോപ്പിക്സും ഇടുന്നത്. അതല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യും, സർട്ടൺ ടോപ്പിക്സ് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യും, ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ നോക്കണം എന്നുള്ളത്. അപ്പം ഗൂഗിൾ ഷീറ്റ്സിൽ ഇല്ലാത്തത് ആപ്പിൽ ഉണ്ടാകും. അത് അതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഗൂഗിൾ ഷീറ്റ്സിൽ എങ്ങനെ വേണം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാനറിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ നമ്മളിങ്ങനെ ഗൂഗിൾ ഷീറ്റ്സിൽ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേ 1 അതിൽ നിങ്ങൾ നോക്കേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 1 ബേസിക്സും SE 200, ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ്, വൈ ഓഡിറ്റ്, വാട്ട് ഇസ് ഓഡിറ്റ്, അതേപോലെ സ്കോപ്പ് ഓഫ് ഓഡിറ്റിംഗ്, ആസ്പെക്ട്സ് ടു ബി കവേർഡ് ഇൻ ഓഡിറ്റിംഗ്, ഓഡിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ, ട്രൂ ആൻഡ് ഫെയർ വ്യൂ, ഇതൊക്കെ എന്താണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സും അതേപോലെ തന്നെ SE 200 ആണ് ഡേ 1 ടോപ്പിക്. ആൻഡ് നമ്മുടെ വീഡിയോ ലെക്ചർ ഇതിൻ്റെ അവേഴ്സ് വരുന്നത് 1.5 hours ആണ് മാക്സിമം. അപ്പോൾ നിങ്ങൾക്ക് 1.5 hours വീഡിയോ ലെക്ചേഴ്സ് കാണാം, അതിൻ്റെ കൂടെ തന്നെ ഒരു 1 hour അല്ലെങ്കിൽ മാക്സിമം ഒരു 1.5 hours കൂടെ എന്ത് എടുത്തിട്ട് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ വീഡിയോ ക്ലാസ് കണ്ടു തീരും. ക്ലാസ് തീർക്കുക എന്നുള്ളത് മാത്രമല്ല, അത് പ്രിപ്പയർ ചെയ്ത് തീർക്കാനും പറ്റും. ഫസ്റ്റ് സ്റ്റഡിയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് ഡേ അടുത്ത് അഷുറൻസ് എൻഗേജ്മെൻറ്റ് നോക്കുന്നു, ചാപ്റ്റർ 11 SE 210 നോക്കുന്നു, ചാപ്റ്റർ 11 അത് കഴിഞ്ഞിട്ട് SE 220 കഴിയുന്നു.
ചാപ്റ്റർ 1 ബേസിക്സിനകത്ത് തന്നെ നമ്മൾ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം അങ്ങനെയൊക്കെയുള്ള സർട്ടൻ പോയിന്റ്സ് എത്തിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാം എന്താണ് ഡേ 7 റിവിഷനാണ് ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 11. ചാപ്റ്റർ 1ൻ്റെയും ചാപ്റ്റർ 11ൻ്റെയും റിവിഷൻ. അപ്പോൾ ഫസ്റ്റ് റിവിഷൻ അവിടെ കഴിയാണ്. അങ്ങനെ ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ച് കഴിയുന്നതിന് ശേഷം റിവിഷൻ. അത് നിങ്ങൾക്ക് സെൽഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തലേന്ന് പഠിക്കുന്നത് നെക്സ്റ്റ് ഡേ റിവൈസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീക്ക്ലി 1 or 2 റിവിഷൻ ഇനീഷ്യലി അങ്ങനെയായിരിക്കും. അതിനുശേഷം ഡെയിലി റിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓരോ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡെയിലി റിവൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 or 2 റിവിഷൻ കഴിയുമ്പോഴത്തേക്ക് we will be having a question solving session. ആ ക്വസ്റ്റ്യൻ സോൾവിങ്ങും നിങ്ങൾക്ക് പാർട്ടാകാൻ പറ്റും. ഇനി ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ അത് ജോബി എന്ന പേര് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളെ ഫസ്റ്റ് ഡേ 1 ടോപ്പിക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേരിൻ്റെ അണ്ടറിൽ വരിക ടൈപ്പ് DONE എൻ്റർ ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കഴിയും കംപ്ലീഷൻ കൗണ്ട്. അതായത് 75 ഡേയ്സിലെ പ്ലാനാണ്. അതിൽ ഒരു ദിവസം തന്നെ പല ടോപ്പിക്സ് 1-2 ടോപ്പിക്സ് ഇടും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ടോപ്പിക് പഠിക്കാനും ഒരു ടോപ്പിക് റിവൈസ് ചെയ്യാനും. അപ്പം അങ്ങനെ 2 ടോപ്പിക്കൊക്കെ വരും. ഓൾമോസ്റ്റ് ഒരു 200-250 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ടോപ്പിക്സ് വരും. അത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അപ്പം ഇവിടെ എന്ത് വരും, നിങ്ങൾ ഓരോ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചും നിങ്ങളുടെ കൗണ്ട് കൂടും. ഫോർ എക്സാമ്പിൾ ജോബി സെക്കൻഡ് ഡേ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ DONE ഡൺ 2. ഓക്കെ, അതേപോലെ തന്നെ വേറെ അടുത്ത ആള് ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ആള് ഡേ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡൺ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഗൂഗിൾ ഷീറ്റ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഓരോ അലൈൻ ചെയ്ത് കൗണ്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പം നിങ്ങളിവിടെ കാണുന്ന പേരിൽ ഈ ചുമന്ന ആ ഹൈലൈറ്റ് പച്ചയാവണം എന്നുണ്ടെങ്കിൽ സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് 0 to 2 days ആണെന്നുണ്ടെങ്കിൽ റെഡ് ആയിരിക്കും, 3 to 4 days കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ആയിരിക്കും, 5 to 6 days കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ യെല്ലോ ആയിരിക്കും, 7 days കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കും. ഈ പർട്ടിക്കുലർ ഇവാലുവേഷൻ ചെയ്യുന്നത് എല്ലാ 7th day ആയിരിക്കും. ഓക്കെ, അതായത് എല്ലാ വീക്കിലും ഇവാലുവേഷൻ ഉണ്ടാവും. അപ്പം ഫോർ എക്സാമ്പിൾ ഈ പർട്ടിക്കുലർ വീക്കിലെ എല്ലാം ഇദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓൺ 7th ഞാൻ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഗ്രീൻ ആക്കും, സെൽ ഗ്രീൻ ആവും. ഓക്കെ, ദാറ്റ് മീൻസ് യു ആർ വെൽ ഓൺ ട്രാക്ക്. ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കുറച്ച് ലാഗ് ഉണ്ട്, യെല്ലോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലാഗ് ഉണ്ട്, 1-2 ടോപ്പിക്സ് മാത്രം കവർ ചെയ്താൽ മതി. ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ യു ഹാവ് ടു ടേക്ക് കെയർ, കുറച്ചും കൂടെ സ്പീഡപ്പ് ആക്കുക. റെഡ് ആണെന്നുണ്ടെങ്കിൽ യു ആർ ലാഗിങ് ടു ബിഹൈൻഡ്, കോപ്പപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം ഇനീഷ്യലി തന്നെ നിങ്ങൾ ആ ഒരു പേസ്, ആ ഒരു യെല്ലോ ഗ്രീൻ അതിനുള്ളിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് അത്ര ഹെക്ടിക് ആവത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഹെക്ടിക് ആവും. നിങ്ങൾ ഇനീഷ്യലി തന്നെ റെഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കവർ ചെയ്തെടുക്കാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 75 days സ്റ്റഡി പ്ലാനറിലോട്ട് ഇനിയും ആരെയും ഇൻക്ലൂഡ് ചെയ്യാത്തത്. അറ്റ്മോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 1 or 2 ഡേയ്സിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യും. അതിനുശേഷം ഞാൻ എന്തായാലും കൊടുക്കില്ല. അതായത് ഈ ഒരു വീക്ക് വേണമെന്നുണ്ടെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മൺഡേ ഓൺവേർഡ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യത്തില്ല ആരെയും ഇൻ ടു ദിസ് 75 days സ്റ്റഡി പ്ലാനർ. കാരണം ഓൾമോസ്റ്റ് 1 week കഴിഞ്ഞിട്ട് പിന്നെയും ജോയിൻ ചെയ്ത് പിന്നെ അത് ആ ഒരു പേസിലേക്ക് എത്താനായിട്ട് പറ്റത്തില്ല. അതായത് എൻ്റെ ടാർഗറ്റ് 3 hours മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങൾ ലാഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് 3 hours മാത്രം പോരാ, ഈ പിന്നെയും കൂടുതൽ ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് നമ്മുടെ ഒരു പേസ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് ഈ കോളത്തിൽ വേണം, ഇങ്ങനെ ഓരോ കോളം ബൈ കോളം പേരെഴുതണം. ഈ റെഡിൽ ഇട്ടേക്കുന്ന ഹൈലൈറ്റിൽ വേണം പേരെഴുതാനായിട്ട്. ആൻഡ് നിങ്ങളുടെ പേരിന് തൊട്ടടിയിലായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഓരോ ടോപ്പിക് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഡൺ അടിച്ച് പോകാനായിട്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു അൾട്ടിമേറ്റ്. ഓക്കെ, പിന്നെ വെറുതെ ഡൺ അടിച്ച് എന്താണ് പഠിച്ചു എന്ന് കാണിക്കുന്ന പരിപാടിയല്ല. പഠിക്കാതെയും ഡൺ അടിച്ചിട്ട് വെറുതെ പോയിട്ട് കാര്യമില്ല. പ്രോപ്പർലി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഡൺ അടിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും ത്രൂ ഔട്ട് ഈ പർട്ടിക്കുലർ May 25 അറ്റംപ്റ്റ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്ലസ് പേഴ്സണൽ മെൻറ്ററിങ് അതാണ് ഹൈലൈറ്റ്. അവിടെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സിൻ്റെ ഒരു സമ്മറി, ഒരു ക്വിക്ക് സമ്മറി ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കീപ് സ്റ്റഡിയിങ്, ട്രൈ ഹാർഡ്,
results will be positive. I guarantee you. Thank you.